റിനി എന്ന് പറയുന്ന സാധനം രാഹുൽ മാങ്ങോട്ടത്തിട്ട് പണി കൊടുത്തത്. നടി റിനി ആൻഡ് ജോർജിന്റെ വീടിന് നേരെ ഇന്നലെ ആക്രമണം ശ്രമം ഉണ്ടായി. റിനി ആൻഡ് ജോർജ്, എൻ്റെ പൊന്നു തെറ്റിപ്പോയി ഇൻട്രോ തെറ്റിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ റിനി ആൻഡ് ജോർജ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നു ഇന്നലെ ചേച്ചിയുടെ ഒരു പോസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇന്ന് എൻ്റെ പോസ്റ്റും വന്നു, പിന്നെ ഒരു ന്യൂസും ഉണ്ട്. ഞാൻ അതും കൂടെ വെച്ചുതരാം. പിന്നെ ഒരു വീട്ടമ്മയ്ക്ക് പറയാനുള്ള ചെറിയൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ചുതരാം. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് റിനിയെക്കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഈ റിനിയെ വെറുക്കുന്നവർ മാത്രം ലൈക്കായിട്ട് ഇട്ടാൽ മതി. ലൈക്കായിട്ട് അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് എണ്ണം അറിയാലോ. വെറുക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പം തന്നെ കിട്ടും, ഒരു ലൈക്കും കിട്ടും. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തോ. ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പരമാവധി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്ബും കൂടെ ചെയ്തേക്കുക. ഈ എന്താണെന്ന് അറിയത്തില്ല, പൊളിറ്റിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ സബ്ബ് കിട്ടാറില്ല. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ എന്തായാലും അവിടെ പോസ്റ്റ് ഇപ്പോൾ ഒന്ന് വായിച്ചുതരാം. ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ വീഡിയോയില. ഞാൻ വളരെ ചെറുപ്പം മുതലേ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ചെറിയ ആർക്കും ഉപദ്രവമോ അല്ലാത്ത കാര്യങ്ങൾക്ക് പോലും ചിലർക്ക് വലിയ പ്രശ്നമോ ആണ്. ഉപദ്രവം എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്? ഓക്കെ, മഹാ അപരാധമാണ്. ഉദാഹരണത്തിന് കാലിന്മേൽ കാലും കയറ്റി വെച്ചിരിക്കുക, ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിക്കുക, മരണസ്ഥലത്തു പരിചയമുള്ള ആളുകളെ കണ്ടാൽ ഒന്ന് ചിരിക്കുക തുടങ്ങിയവ. എന്നാൽ ആരെങ്കിലും റേപ്പ് ചെയ്താലോ കൊന്നാലോ അതൊക്കെ മറച്ചു വെച്ച് നന്നായി അഭിനയിച്ചാൽ ഡബിൾ ഓക്കെ. കൂടെ നിന്ന് സെൽഫി എടുക്കാൻ, റീൽസ് എടുക്കാൻ, അങ്ങനെ പലതും കാണും. നാടകമേ ഉലകം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ സലിംകുമാറിൻ്റെ വീട്ടിലെ കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ റേപ്പ് ചെയ്ത മറ്റവന്മാരും മറിച്ചവന്മാരും കുറ്റക്കാരെ. രാഹുൽ മാങ്കൂട്ടം എവിടെയെങ്കിലും റേപ്പ് ചെയ്തിട്ടുണ്ടോ? പരസ്പരം സമ്മതത്തോടല്ലേ ഓരോ കാര്യങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്തത്. അതും രണ്ടെണ്ണം അട്ടർ ഫേക്ക്. അത് കോടതിക്ക് തന്നെ മനസ്സിലായി. ഒന്നിൻ്റെ കാര്യം പരസ്പര സമ്മതത്തോടെ നടന്ന അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തൊരു കാര്യമാണ്. അല്ലാതെ ബലമായിട്ട് ഇന്ന് ഈ കേരളത്തിൽ ബലമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് വീട്ടിൽ ഇരിക്കത്തില്ല. മറിച്ച് എവിടെ ഇരുന്നേനെ? സെൻട്രൽ ജയിലിൽ വർഷങ്ങളോളം കിടക്കേണ്ടി വന്നേനെ. അതും കൂടെ മനസ്സിലാക്കണം റിനി. വന്നിരുന്ന് പറയുമ്പോഴേ കുറച്ചും കൂടെ തലയിൽ ഊളത്തരം വേണം. അതുമില്ല, സോറി, ഞാൻ എന്ത് ഈ പറയുന്നത്. റിനിയുടെ കാര്യം പറയുമ്പോഴേ നമ്മൾ പോലും സ്വയം പൊട്ടരന്മാരായി പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഓക്കെ, എന്നാലും കൂടുതൽ വന്ന് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്താണ് ചെയ്തത്? നീ ഇപ്പോഴാണെങ്കിൽ പോലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പോലും ഒന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടമാണ് ഇത് ചെയ്തത് എന്ന്. ഈ പറയുന്ന റിനി രാഹുലിനെ കാണുമ്പോൾ എന്താ ഞങ്ങൾ പരിചയപ്പെട്ട അന്ന് തന്നെ രാഹുൽ മോശമായിട്ട് സംസാരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതേ റിനി തന്നെ ഇവൻ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് അവിടെ പോയി കണ്ട് സെൽഫി എടുത്ത് രാഹുൽ ഇവിടെ ഉണ്ടോ, ഞാൻ എൻ്റെ അമ്മയായിട്ട് വരാം എന്നൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന റിനി. പിന്നെ ഈ സീക്രട്ട് ചാറ്റിലെന്നും പറഞ്ഞ ഒരു ചാറ്റുണ്ട് ഈ ടെലിഗ്രാമിൽ. അവിടെയും ഇവിടെ പോയി രാത്രി 12:30 അങ്ങോട്ട് വാന്നും പറഞ്ഞ് വിളിച്ച് വരുത്തുന്ന ഒരു ടീമായിരുന്നു. പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു നോർത്തിൽ കൊണ്ട് കൊടുത്തതിൻ്റെ. ഞാനത് വെച്ച് ചെയ്യാഞ്ഞെന്ന് വെച്ചാൽ നിനക്ക് അങ്ങനെ റീച്ച് കിട്ടണ്ടെന്ന് കരുതിയിട്ടാണ്, നിന്നെ ഒരു മനുഷ്യനും ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ്. അതിനെക്കാണ്ട് 1K എങ്ങാണ്ട് വ്യൂ മാത്രമേ ഉള്ളായിരുന്നു. എന്തായാലും ചേച്ചിയുടെ സ്റ്റാൻഡ് നമിച്ചിരിക്കുന്ന എൻ്റെ ചേച്ചി ഡബിളാണോ ട്രിപ്പിളാണോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ് ഈ എന്തായി നിന്റെ വീട് ആക്രമിച്ച് എന്ന് പറഞ്ഞ് പിണറായി പോലീസിന് കൊടുത്ത കേസ്, അതിൻ്റെ അപ്ഡേറ്റ് എന്തേ? ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വെച്ച് തരാം. അതിനു മുമ്പ് നിങ്ങൾ വേണ്ടേ ഇത് കണ്ടില്ലേ? ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കണം നിങ്ങൾ. ഞാനൊന്ന് സൗണ്ട് കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. വേണ്ടേ? ചിരിച്ച് കളിച്ച് ഇതെല്ലാം ആ ചേച്ചി പറഞ്ഞു കൊടുക്കുന്നത്, നീ സ്ട്രോങ് ആണ് മോളെ, നീ ഇങ്ങനെ തന്നെ വേണം, നീ നമ്മുടെ നാടിന് അഭിമാനമാണ്, ഇങ്ങനെ വേണം, ഇനി അടുത്ത ആണുങ്ങളുടെ ജീവിതം നശിപ്പിക്കണമെന്നാണോ ഇനി കൂടെ ഇരിക്കുന്ന സിനിമ നടി പറഞ്ഞു കൊടുക്കുന്നതെന്നും പറയാൻ പറ്റത്തില്ല. ഭയങ്കര സപ്പോർട്ട് ചെയ്തുള്ള രീതി സംസാരിക്കുന്നതൊക്കെ കാണുമ്പോഴേ അവരുടെ കണ്ണിൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇനി പുല്ല് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നോ എന്നുള്ള രീതിയിലാണ്. എനിക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ. കണ്ടോ? എനിക്ക് തോന്നി ഇനി അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്നതായിരിക്കും. അവരുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നു. ചിരിക്ക് കാണാം. ഇനിയാണ് ചിരി, ചേച്ചിയുടെ കൊല ചിരി. എന്തോ സന്തോഷമൊക്കെ കണ്ടില്ല. പ്രൗഡ്. എന്ത് ജന്മമാണോ ഈശ്വര. എന്തായാലും എനിക്ക് ഒരു വീട്ടമ്മയ്ക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് വെച്ച് തരാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പറയിച്ചി വിടുന്ന കേസ് ഒരു വട്ടം ചെയ്ത് അത് വിടുന്നത് പറയാം. ഇത് ഈ 2-3 വട്ടം ഏത് വ്യക്തിയുടെ ആദ്യത്തെ സ്വഭാവം എന്നാണ് പുള്ളി എന്നെ വിളിക്കുന്നത് മനസ്സിലായി. ഈ പിന്നെ അതിനകത്ത് കയറി കൊടുത്തിട്ട് അത് പീഡനാന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കാൻ പറ്റുന്നത്? അത് പൊക്കി പിടിക്കണമെന്ന് റിനിയല്ലേ?
എല്ലാത്തിനും കൂട്ടു നിന്നതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. എന്നിട്ട് അവള് തന്നെ അത് ദുഃഖപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പമായിട്ട് 8 മണി കൊടുത്തു. എന്നിട്ട് ഇതായപ്പോഴത്തേക്കിന് ഇലക്ഷൻ ആയപ്പോഴത്തേക്കിന് കമ്മ്യൂണിസ്റ്റുകാരോട് കൂടി കമ്മ്യൂണിസ്റ്റുകാരോട് കൂടെ കൂടിയിട്ട് എന്താ പറ്റി? എന്നിട്ട് വി.ഡി. സതീശൻ സാറ് സത്യപ്രതിജ്ഞ ചെയ്യാൻ നേരം അവിടെ വന്നിട്ട് രാജ്മകൂട്ടത്തിനെ എല്ലാവരും സ്വീകരിച്ചിരിക്കുകയും ചെയ്ത് അവളെ എല്ലാവരും കൂവി ഓടിക്കുകയും ചെയ്തു. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അവള് പക്ക ഉണ്ടായിപ്പോന്ന് എല്ലാവർക്കും അറിയാമെന്നറിയല്ലേ. പിന്നെ എന്തിനാണ് ഇവിടെയൊക്കെ ഈ ക്യാമറയും കുട്ടികളൊക്കെ കാണാൻ പേപ്പർ പോകുന്നത് പണിയില്ലാഞ്ഞിട്ട്? എൻ്റെ പൊന്ന് ചേച്ചി, അവന്മാർ ഇതൊക്കെ ഒപ്പിയെടുത്തോണ്ടാണ് ഇവിടെയൊക്കെ കറക്റ്റ് തനിക്കോണം കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ തനിക്കോണം കാണാൻ പറ്റിയില്ലേ? ചിരിച്ച് കളിച്ച് ഭയങ്കര ഇത്. അത് എല്ലാവരും എന്നെ നോക്കുന്നുണ്ടോ? ഒരു മരണ വീടാന്നുള്ളൊരു ബോധം പോലും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. 8 മണി ഇനി അവളെ കൂടെ കുട്ടി 8 മണി എല്ലാവർക്കും കിട്ടും. എടുക്കുന്നതെന്ന് എനിക്കറിയാൻ മേലാത്തത്. ഇങ്ങനെ കുറേ കലാകൾ വരും. അതുങ്ങളെയൊക്കെ വീഡിയോയും പിടിച്ച് വെച്ച് വേറെ പണിയൊന്നില്ലേ? ഇവളെയൊക്കെ വീഡിയോ എടുത്ത് ഈ പൊതു സമൂഹത്തിലോട്ട് ഇട്ട് തരുന്നവരെ വേണം പറയാനുണ്ട്. ഇതൊക്കെ പക്ക ഫ്രോഡാന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഈ പറയുന്ന ഇവളെന്ന് പറയുന്നത് നല്ലതാണോ? ഇവള് പറയുന്നത് നല്ലതാണോ? ഇവള് പറയുന്നത് നല്ലതൊന്നുമല്ലല്ലോ. പിന്നെന്താണ്? അതൊക്കെ പൊതു സമൂഹത്തിൽ ഇറങ്ങി എങ്ങനെ പെരുമാറണ്ടേന്ന് അറിയത്തില്ല. എന്നെ ചുമ്മാ നാട്ടുകാരുടെ എന്താ ഒരു ഇത് ക്യാമറ സ്പേസ് കിട്ടാൻ കാണിച്ചു വെക്കുന്നത് വലിയ സംഭവമാണ് നമ്മളോട് ഇറങ്ങി നടക്കുന്നത്. അത്ര ഇവിടെ നെട്ടിന്റെ പണി വരുന്നവള് എന്നൊക്കെയാ പറയാനുള്ളത് അവളെ കുറിച്ച്. അല്ലാതെ നമ്മളിപ്പം എന്തോ പറയണ്ടേ? പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കൂടെ നിന്ന് രാഹുൽമാങ്കൂട്ടത്തിട്ട് അത്രയും വലിയ 8 മണി കൊടുത്തൊക്കെയല്ലേ കണ്ടവളമാര് രാഹുലിന്റെ കൂടെ വന്ന് അവളമാർക്കും ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ അവളമാരും വന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തിയെ ഒരു വട്ടം കൊണ്ടുപോയി എന്താണ് റൂമിൽ വിളിച്ച് കയറ്റി മോശമായിട്ട് പെരുമാറി, ശരി, അത് ഒരു വട്ടം, അത് നമുക്ക് പീഡനമെന്ന് പറയാം. പിന്നെയും ഈ വ്യക്തി ഇന്നതാണ് എന്ന് അറിഞ്ഞുണ്ട് പിന്നെയും ആ വ്യക്തി വിളിക്കുമ്പം കയറി ചെന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും പീഡനമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വട്ടം ചെയ്താൽ അത് പീഡനം. പിന്നെയും അത് തന്നെ ആവർത്തിച്ചാൽ ഈ വിളിക്കുന്ന വ്യക്തിക്കും ആ വരുന്ന വ്യക്തിക്കും താല്പര്യമുള്ളത് കൊണ്ടാണ് അവിടെ പോകുന്നത്. അങ്ങനെ രണ്ടുപേരുടെ സമ്മതപ്രകാരം അവിടെ എന്ത് നടന്നാലും അതൊരിക്കലും പീഡനം ആവത്തില്ല. ഓക്കെ, ഇവിടെ ചേച്ചി എന്താ പറഞ്ഞ? റേപ്പ്? ഏത് ചേച്ചി? റിനി ചേച്ചി. അവിടെ പോസ്റ്റും കാര്യങ്ങളും നിനക്ക് എന്ത് യോഗ്യത കൊണ്ടാണ് നീ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? ഇവിടെ അവൻ്റെ സമ്മതത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി. ഇവിടെ ഓരോരുത്തന്മാർ ഇതിൻ്റെ അപ്പുറം ചെയ്തിട്ട് നടപ്പുണ്ടല്ലോ. നീ എന്താ അവർക്ക് വേണ്ടി ഇത് നടക്കാഞ്ഞ് പ്രതിഷേധിക്കാത്ത? നാണവമാനം ഇല്ലാത്തൊരു വ്യക്തി. അങ്ങനെ ഇതാണ്. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, 1.5 വയസ്സുള്ള ഒരു പോസ്റ്റ് എങ്ങാണ്ടല്ലേ നീ ഇട്ടത്? അത് കുറേ കഴിഞ്ഞിട്ടല്ലേ നീ കണ്ടൊരു പോസ്റ്റ് ഇട്ടത്? എന്തുകൊണ്ട് നീ അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചില്ല? എന്തുകൊണ്ട് നീ അതിനുവേണ്ടി സംസാരിച്ചില്ല? പെണ്ണുങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി എന്തിനു വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ റിനി എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ട്. എൻ്റെ റിനി ഇതൊക്കെ ചുമ്മാ ആൾക്കാരുടെ അടുത്ത് വെറും പട്ടി ഷോ മാത്രം കാണിക്കാന്നേ ഉള്ളൂ. ഒരു ഇൻ്റർവ്യൂ പറയുവാണ്, പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് ബീക്കിനി ഇട്ട് ഇറങ്ങിക്കൂടാം, ആണുങ്ങൾക്ക് ഉടുപ്പില്ല ഇറങ്ങി ഞങ്ങൾക്കും ഇറങ്ങാം. എന്നിട്ടൊരു ഡയലോഗും കൂടെ, ഞാൻ പൊളിറ്റിക്സിൽ വരുവാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെയാണോ അവൾ കൊണ്ടുവരുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ? കഷ്ടം. അത് കോടതി തന്നെ പറയുന്നുണ്ട്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പോലും പരസ്പരം സ്നേഹം ഇഷ്ടമില്ലാതെ എന്ത് ചെയ്താലും അത് കുറ്റമാണ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു വ്യക്തി വിളിക്കുന്നു, രാവണൻകുട്ടി ഇപ്പൊ മറ്റേ പെൺകുട്ടീനെ വിളിക്കുന്നു, ആ പെൺകുട്ടി വരുന്നു, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത കാര്യം, അത് ഒരു വട്ടമല്ല പലവട്ടം ചെയ്ത കാര്യം, പിന്നീട് അതെങ്ങനെ പീഡനമായി എന്ന് എനിക്കറിയത്തില്ല. അത് പുറത്ത് കൊണ്ടുവന്നിട്ടോ ആ പെൺകുട്ടിക്ക് ഒരു ഫാമിലി ഉള്ളതാണെന്നും എല്ലാം ആ പെൺകുട്ടിക്കും അറിയാവുന്നതാണ്, ഈ രാവണൻകുട്ടത്തിനും അറിയാവുന്നതാണ്. ആ പെൺകുട്ടി അതൊക്കെ എന്താണ് തരണം ചെയ്യാമെന്ന് മനസ്സിൽ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഈ പ്രവർത്തിക്ക് ഇറങ്ങി തിരിച്ചത്. എന്നിട്ട് ഈ രാവണൻകുട്ടൻ മാത്രം അങ്ങനെയാണ് ഇന്നത്തെ കുട്ടിക്കാരനാവുന്നത്? അതും എനിക്കറിയത്തില്ല. പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയാസം കാണിച്ചു വെച്ചിട്ട് പിന്നെ അത് മുഴുവൻ ആണിന്റെ തലയിലോട്ട് അടിക്കുന്നത് ശരിയല്ല. അത് ആര് ചെയ്താലും അത് ശരിയല്ലെന്ന് തന്നെ ഞാൻ പറയുന്നത്. അവനവൻ എല്ലാത്തിനും ചെന്ന് നിന്ന് കൊടുത്തിട്ട് ലാസ്റ്റ് അവന്റെ മാത്രം കുറ്റം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു വെക്കുന്ന ഒരിക്കലും ശരിയല്ല. ഇത് റിനി ചെയ്ത ഏറ്റവും വലിയ തട്ടിത്തം തന്നെയാണ്. ഒരിക്കലും എന്താണ് അത്രയും വലിയ ചതി ചെയ്ത് കൂടെ നിന്നിട്ട് അത്രയും വലിയ ചതി അത് പിന്നീന്ന് കുത്തുന്നത് കട്ടപ്പയെന്ന് തന്നെ പറയാം. കട്ടപ്പയെക്കാട്ടിലും ശരിക്കും പറഞ്ഞാൽ കട്ടപ്പ എന്നുള്ള പേര് തന്നെ അവർക്ക് കൊടുക്കാം. കട്ടപ്പ തന്നെ പേര്. കാരണം ഈ രാമമണ്ഡപത്തിന്റെ പ്രശ്നമാണ് ഞാൻ കൂടുതൽ റിനി എന്ന വ്യക്തിയെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും ഇത്രയും നാൾ കോൺഗ്രസ് ആയിട്ട് നിന്നിട്ട് ഇലക്ഷന്റെ പ്രവർത്തനം വന്നപ്പോൾ നേരെ കമ്മ്യൂണിസ്റ്റിനകത്ത് നിന്ന് കയറിയിരിക്കുന്നത്. അവിടെ വിചാരം ആരും കണ്ടില്ലെന്ന്. നാട്ടുകാർ മുഴുവനും ആ വീഡിയോ കണ്ടിട്ട് തന്നെ ഇരിക്കുന്നത്. എന്നിട്ടോ മന്ത്രി ഇതിന് വന്നപ്പോഴത്തേക്കിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നിട്ട് നാട്ടടാ നാണവമാനം ഇല്ലാതെ അവിടെ വരെ കയറി വന്ന് കൂവലം കേട്ടറിന്ന് പോയില്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവളോർത്തിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൂവി ഓടിക്കുകയും ഇവളെ അങ്ങനെ 2 കൈ നീട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത്.
ഒരു കാര്യം പ്രധാനപ്പെട്ട പറയാൻ പറ്റുപോയി, വി ഡി സതീശനെതിരെ മത്സരിച്ച വ്യക്തിയുടെ കൂടെ ഇവളും ഉണ്ടായിരുന്നു. ഇവള് അന്നത്തെ കൊട്ടുകലാശത്തിന് അവിടെ പോകുന്നു, വീഡിയോ എടുക്കുന്നു, അവരുടെ കൂടെ ഉല്ലസിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നിലപാട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കമ്മ്യൂണിസ്റ്റ് ജയിക്കുമായിരുന്നെങ്കിൽ ഇവിടെ നൈസായിട്ട് അങ്ങോട്ട് ചാടാൻ വേണ്ടി ഇരുന്നൊരു വ്യക്തിയായിരുന്നു. പിന്നെ ഒരു കാര്യം തുറന്നു പറയാം, വി ഡി സതീശനെ പോലുള്ള ആൾക്കാരൊക്കെ ഇനി ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര നെഗറ്റീവ് ആവും. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. ഇപ്പം കേരളത്തിലൊരു നല്ലൊരു മുഖ്യമന്ത്രിയെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മുഖ്യമന്ത്രി. ഇവിടെ ചിലവരൊക്കെ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയത് ഇവിടെ 1-2 ആഴ്ച കൊണ്ട് പുള്ളിക്ക് അതിനുള്ള സ്വീകരണം കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഭയങ്കര സ്വീകരണമാണ്. ഇവളെപ്പോലുള്ള ആൾക്കാരെ മാത്രം ആൾക്കാർക്ക് അടുപ്പിക്കാൻ പറ്റില്ല. അത്രേ ഞാൻ പറയത്തുള്ളൂ. ഇവളെപ്പോലുള്ള ആൾക്കാരെ ഒന്നും അടുപ്പിക്കാനേ പറ്റില്ല. ജനങ്ങൾ വെറുത്തു പോകും. ഓക്കെ, ബഷീര് സംഭവിച്ചത് എന്താണ്? കിട്ടേണ്ടത് കിട്ടിയില്ല. ഇപ്പൊ എവിടെയെങ്കിലും ചെന്ന വിലയുണ്ടോ? ഒരു വിലയില്ലല്ലോ. സലീംകുമാറൊക്കെ മരിച്ചപ്പോഴത്തേക്കിനും അവൾ അവിടെ ചെന്ന് ഷോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ക്യാമറയും കൊണ്ട് അവളൊക്കെ പുറകെ ചെന്നിട്ടല്ലേ ഇതൊക്കെ കാണുന്നത്. അവള് ഈ പറയുന്ന ഒരു മണ്ണ് വീട്ടിൽ ചെന്ന് എങ്ങനെ വരുമാനമുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പിന്നെ അവിടെ ക്യാമറ കിട്ടാൻ വേണ്ടി ഓരോന്നും കാണിച്ചേക്ക് ചിലപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അത് എന്തിനാ പറയാട്ട് പോകും, അതിന്റെ ആവശ്യമില്ല. ഓരോരുത്തരുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇവളൊരു കേസ് കൊണ്ട് കൊടുത്തായിരുന്നു. ഇവിടെ വീട്ടിൽ ആ കല്ലെറിഞ്ഞെന്നും പറഞ്ഞു. അന്ന് അത്രയും വിഷയം ഉണ്ടായ സമയത്ത് അവരുടെ വീട്ടിൽ കല്ലെറിഞ്ഞത്. ആ കേസിന്റെ കാര്യത്തിൽ എന്തായി തീരുമാനം? ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിന്റെ ഒരു തീരുമാനമായിട്ടില്ല. അത് അവസാനം കോൺഗ്രസ്സുകാരുടെ നെഞ്ചത്തിലോട്ട് പോയൊരു സംഭവമാണ്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് വെച്ചാൽ അന്നത്തെ അത് ന്യൂസിനെ കുറിച്ച് പറയുന്നത്. വീടിന് നേരെ ഇന്നലെ ആക്രമണം ശ്രമം ഉണ്ടായി. റിനിക്ക് നേരെ ആക്രോശമൊക്കെ ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചാൽ കൊന്നുകളയും എന്നടക്കമുള്ള വധഭീഷണി വരെ മുഴക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ ഘട്ടത്തിൽ റിനി ആൻഡ് ജോർജും ഒപ്പം ഈ വിഷയത്തിൽ പരാതി ചെയ്ത റിനിയുടെ പിതാവ് ജോർജ് ജോസഫാണ്. രണ്ടുപേരും ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി സംഭവിച്ചത്? അതായത് ഇന്നലെ രാത്രി ഞാൻ അച്ഛൻ ചെന്നങ്ങ് മൈക്കങ്ങ് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വാ തുറന്ന വിവരക്കേടാന്ന് പുള്ളിക്ക് നല്ല രീതി അറിയാം. അതുകൊണ്ട് പുള്ളി എന്നെ അങ്ങോട്ട് ഓടിച്ചാടി ഇങ്ങോട്ട് ചെല്ലുന്നുണ്ട്. വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 9:30 മണിയോടുകൂടി എന്റെ വീടിന്റെ ഗേറ്റ് തട്ടി തുറക്കുന്നതായിട്ട് വളരെ ശബ്ദത്തിൽ തുറക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങി നീങ്ങുമ്പോഴേക്കും ഒരാൾ സ്കൂട്ടർ എടുത്തുകൊണ്ട് പെട്ടെന്ന് ഹെൽമെറ്റ് വെച്ച ഒരാളാണ് തിരിച്ചറിയാൻ കഴിയുന്നു പോകുന്നുണ്ട്. അപ്പൊ അത് നമ്മള് തിരിച്ച് വന്നു. ഞാൻ അവിടെ എല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ആരെയും കണ്ടില്ല. അപ്പൊ ഗേറ്റ് വീണ്ടും അടച്ച് ഞാൻ തിരിച്ചു വന്നു. രാത്രി 10 മണിയായപ്പോ എന്തോ പുറത്തൊരു ബഹളം കേൾക്കുന്നുണ്ട്. ആ ബഹളം കേൾക്കുന്നത് എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു വ്യക്തി അവിടെ ബൈക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ വ്യക്തി ഞാൻ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് വല്ലാതെ ആക്രോശിക്കണം. അത് ചെയ്യും എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ അവ്യക്തമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. കൂട്ടത്തിൽ വിളിച്ചു പറയുന്നത് മാങ്കൂട്ടത്തിലെ തൊട്ട് തീർത്തു കളയും, അത് ഓർമ്മ വേണം എന്നൊക്കെയുള്ള രീതിയിൽ ആക്രോശിച്ചു. അപ്പൊ അങ്ങനെ നീങ്ങിക്കഴിഞ്ഞപ്പോ അയാൾ ബൈക്ക് എടുത്തുകൊണ്ട് പോയി കിടന്നു. ഓക്കെ, അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയും വലിയൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് ആരെങ്കിലും മാങ്കൂട്ടത്തിന്റെ ആൾക്കാർ ചെല്ലുവോ? ഒന്നെങ്കിൽ ഇവർ പറയുന്ന കള്ളം, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെന്ന് കാണുമായിരിക്കും. അത് ഇന്ന പാർട്ടിക്കാരാവാനും ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒന്നെങ്കിൽ ഇവർ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് തയ്യാറാക്കി. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ആ ഒരു കേസിന്റെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരു കാര്യങ്ങൾ പോലും വന്നിട്ടില്ല. ആരാണ്, എന്താണ്, അവിടെ എന്തായാലും ഇവരുടെ വീട്ടിൽ CCTV കാണാൻ ചാൻസ് ഉണ്ടോ? ഒരു പക്ഷേ ഇല്ലെങ്കിൽ ആ ഏരിയയിലൊക്കെ കാണും. ആരെ വേണമെങ്കിലും നമുക്ക് തൂക്കാൻ പറ്റും. ഈ ഒരു കാലത്ത് ഈ ഒരു ഇത്രയും വലിയൊരു വിഷയം നടന്ന സമയത്ത് ഇപ്പോൾ പോലീസിന് കംപ്ലൈൻറ്റും കൊടുത്തെന്ന് പറയുന്നത് ഇതൊക്കെ നിസ്സാരമായിട്ടൊരു തൂക്കിയെടുക്കാൻ പറ്റുന്ന കേസ് കേട്ടാണ്. അതിന്റെ ഒരു അപ്ഡേറ്റ് പോലും ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറവൂർ CIക്ക് പരാതി നൽകിയിട്ടുണ്ട്. അത് സംബന്ധമായിട്ടുള്ള പോലീസ് നടപടികൾ ഉണ്ടാവും എന്ന് ഗൗരവപൂർവ്വം അന്വേഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വലിയ ഭീഷണി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ള വിവരം എന്ന് പറയുന്നത്. ഇതിനു മുമ്പും സൈബർ ആക്രമണത്തിനൊക്കെ വിധേയമായ ഒരാളാണ്. ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു നേരിട്ടുള്ള ഒരു വധഭീഷണി വരുന്നത്. അതെ, സൈബർ ആക്രമണം നല്ലോണം ഉണ്ട്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് 2-3 ദിവസമായിട്ട് ഈ സൈബർ സ്പേസിലും ഭീഷണി, മറ്റേത് തെറിവിളികളായിരുന്നു, ഇപ്പൊ ഭീഷണികളുണ്ട്. അതായത് നിന്നെ പലിശ സഹിതം നിനക്ക് തരും, അങ്ങനെയുള്ള തരം ഭീഷണികൾ ഈയിടെയായിട്ട് വരുന്നു. അതാരാ അങ്ങനെയൊക്കെ പറയുന്നത്? പലിശ സഹിതം തരുമെന്നൊക്കെ ചേച്ചി അന്ന് പറഞ്ഞ കേട്ടോ. അന്ന് പലിശ സഹിതം പറഞ്ഞതൊക്കെ ആരൊക്കെയാണെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. നമ്മളൊന്നും അല്ല കേട്ടോ, നമ്മൾ അങ്ങനെയൊക്കെ ഒന്നും പറയത്തൊന്നുമില്ല കേട്ടോ. പലിശ സഹിതം കൊടുക്കുമെന്നൊന്നും നമ്മൾ പറയുന്നതൊന്നുമല്ല. പക്ഷേ ചേച്ചിയുടെ കുറേ നിലപാടുകളും കള്ളത്തരങ്ങളും എല്ലാം പൊളിച്ചടുക്കി നമ്മൾ അന്ന് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫേക്കായിരുന്നു, അട്ടർ ഫേക്ക് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഓരോ ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഇവർ കള്ളിയാന്ന് ഇവർ തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു കോമഡി പീസ് ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാനത് കമന്റ്സ് ആയതുകൊണ്ട്, മെസ്സേജസ് ഒക്കെ ആയതുകൊണ്ട് ഞാനത് കാര്യമാക്കിയിരുന്നില്ല. ഇപ്പൊ നേരിട്ട് തന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഗേറ്റിന്റെ അവിടെ വന്ന് അങ്ങനെ അത്തരത്തിൽ സംസാരിക്കുന്നു എന്നുള്ളതും പിന്നെ ഗേറ്റ് തുറന്ന് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ പരാതി നൽകിയത്.
പോലീസ് അതിന് ശേഷം ഇവിടെ വന്നോ പരിശോധിച്ചോ CCTV ദൃശ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പരിശോധിക്കാൻ എന്തെങ്കിലും ഉണ്ടായോ? പോലീസ് ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു, കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. അവര് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് എൻ്റെ അടുത്ത് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്ത CCTV ദൃശ്യങ്ങൾ എല്ലാവരും പരിശോധിച്ച് വേണ്ട നടപടികളിലേക്ക് ഊർജിതമായി കടക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിവേഗത്തിലുള്ള നടപടി ഉണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് CCTVയുടെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ വ്യക്തികളെ കിട്ടുമല്ലോ. ആ കേസിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും എന്താ ഇതുവരെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് സത്യമാണോ ഇല്ലയാണോ എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ കാര്യങ്ങളായിട്ടൊന്നും പറയാനും പറ്റത്തില്ല. മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞാണല്ലോ ഇങ്ങനെ ഭീഷണി വന്നത്. അപ്പോൾ ഇത് അതിന്റെ പിന്നിലുള്ളതും ഈ കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരായിരിക്കും എന്ന് തന്നെയാണ് സംശയം. ഞാൻ ആക്ച്വലി ഒരു ആളുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു യുവ നേതാവിന്റെയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പാർട്ടിയെ കുറിച്ചും മെൻഷൻ ചെയ്തിട്ടില്ല. അതെ, ഒരു യുവ നേതാവ് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒരു യുവ നേതാവ് ഹൂ കേസ് എന്നും പറഞ്ഞിട്ടാണ് അവൾ തുടങ്ങി വെച്ചത്. നമ്മൾ മണ്ടന്മാരൊന്നും അല്ലല്ലോ. ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നവരൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് പോയി അത് ആ ന്യൂസുകാർ തന്നെ കറക്റ്റായിട്ട് അത് ക്യാച്ച് ചെയ്തിട്ട് അത് പ്രസന്റ് ചെയ്ത രീതികളൊക്കെ എൻ്റെ പൊന്നോ ഒരു മനുഷ്യനെ ഇല്ല അത്ത രീതിയിൽ അങ്ങ് ആക്കി വെച്ച് അവസാനം ചേച്ചിക്ക് ഇപ്പോൾ നെഗറ്റീവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെയാണ് അവിടെ പതനം തുടങ്ങിയത്. 6 മാസം മുമ്പുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു കേസ് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ തന്നിട്ടില്ല. കാരണം ഏതാണ് ആ നേതാവ് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടല്ലോ. രാഹുലിൻ്റെ പേരും പറഞ്ഞിട്ട് രാഹുലിനോട് ഇത്രയും സ്നേഹമുള്ളൊരു വ്യക്തി ആരാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടല്ലോ. എന്തായാലും കൊള്ളാം, ചേച്ചിയുടെ നിലപാട് നമിച്ച്. പിന്നെ അതിജീവിതകൾക്കൊപ്പം നിൽക്കുന്നുള്ളത് സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നു, സ്ത്രീപക്ഷമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ പോലും ഇത്തരത്തിലൊരു ഭീഷണി വരുന്നു. ഈ ഭീഷണിക്ക് പിന്നിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് സംശയിക്കുന്നത്. ഒന്നുകിൽ നേരിട്ട് തന്നെയുള്ളൊരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടോ അല്ലെങ്കിൽ കടുത്ത ആരാധനായ ഒരു വ്യക്തി ഭീഷണി എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. എങ്ങനെയാണെന്നുള്ളത് അത് പോലീസാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതിൽ ഏത് രീതിയിലാണ് ഈ ഭീഷണിയുടെ ഒരു സ്വഭാവം എന്നുള്ളത് നമുക്ക് വ്യക്തത വരുത്താൻ കഴിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫാൻസ് വെട്ടിക്കുളി കൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഏതെങ്കിലും വരുന്നതാണോ, എന്തെങ്കിലും രീതിയിലുള്ള ഒരു മറ്റ് ആളുകളെ ഈ ഇരകളായിട്ടുള്ളവരുടെ പരാതികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണോ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കില്ല. അത് തീർച്ചയായിട്ടും അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഇത്തരത്തിൽ നമുക്ക് ഒരു നിലപാട് പറയാം, നമ്മുടെ ഒരു അനുഭവം പറയാം, നമുക്കൊന്നും പറയാൻ പാടില്ല. സ്ത്രീകൾ എന്തെങ്കിലും രീതിയിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ വീട്ടിലിരുന്ന് കരഞ്ഞ് തീർത്തുകൊണ്ടിരിക്കണം. അവരുടെ ട്രൗമയായിട്ട് അവരെന്നും ഇരിക്കണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് ഇത്തരം ആളുകൾ കൊടുക്കുന്നത്. അത് പൊതുസമൂഹമാണ്, നമ്മുടെ സമൂഹവും നമ്മുടെ ജുഡീഷ്യറി അടക്കം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അച്ഛൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരനാട്ടോ. പാർട്ടി എന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര ചെയ്യുന്നു. പക്ഷെ മോള് മാത്രമേ ഉള്ളൂ കോൺഗ്രസിനോട് ചായ. മോക്ക് പിന്നെ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല. അത് അങ്ങനെ ഒരു നിലപാടില്ലാത്തൊരു പെണ്ണായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതിപ്പോൾ കമ്മ്യൂണിസ്റ്റിന് ഭരണം കിട്ടിയാൽ ഉറപ്പായിട്ട് ഇവിടെ ചാടിയനെ. കോൺഗ്രസിന് ഇതാണ്, കോൺഗ്രസിൽ നിന്ന് എനിക്ക് നീതി കിട്ടിയിട്ടില്ലെന്നും പറയാൻ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആര് പോലും എന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നുള്ളൊരു വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നൈസായിട്ട് അങ്ങ് മുക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ കാണുന്നില്ല. ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി പോയപ്പോഴത്തേക്ക് നമുക്ക് അതെ എവിടെയെങ്കിലും കിടപ്പ് കാണും, നമുക്ക് തപ്പിയെടുക്കാം. എന്തായാലും അച്ഛനും കൊള്ളാം, മോളും കൊള്ളാം. ഇത്തരത്തിലാണോ കാര്യങ്ങൾ പോകേണ്ടത്? അപ്പൊ സ്ത്രീകൾ നേരിടുന്ന ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ പല ഭരണത്തിലിരിക്കുന്നവരും നിയമവ്യവസ്ഥയുടെ ആളുകളൊന്നും അതിന്റെ ആ ആഴത്തിൽ ഗൗരവത്തിൽ ഇപ്പോഴും ഉൾക്കൊള്ളുന്നില്ല. ചുമ്മാ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? എന്താണ് ഇതൊക്കെ അവരെ അനുഭവിക്കുന്ന ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കും. സ്വന്തം വീട്ടിൽ വരുമ്പോൾ അതുവരെ ഇവരെ അന്യന്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിക്കുക എന്നുള്ള രീതിയിൽ സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോഴെങ്കിലും ഇവരിത് മനസ്സിലാക്കുമെന്ന് നമുക്ക് കരുതാം. അപ്പൊ ഇന്നുണ്ടായിരിക്കുന്നത് അതുപോലൊരു സംഭവം, ആ ഒരു ഭീഷണി, ഒരു ആക്രോശം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് നേരിട്ട്. വിഷയമുള്ളത് ഇതിപ്പോ പറവൂരാണ്, പ്രതിപക്ഷ നേതാവിന്റെ ഒരു മണ്ഡലം കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടക്കം ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? അല്ല, അതറിയില്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പൊ ഇത് കണ്ടിട്ടുണ്ടോ എന്താണോ നമുക്കറിയില്ല. എന്തായാലും ഞാനായിട്ട് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. വാർത്തകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളൊക്കെ ഉള്ള ആളുകളാണ്. അതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ എന്തായാലും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇതിന് റിനിയോട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കും. ഇതിന് മുമ്പ് റിനി എന്നെ പറഞ്ഞിട്ടുണ്ട്, ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷേ യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളോട് വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് റിനി നേരത്തെ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അടക്കം പലപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഒക്കെ പറയുന്നത് ആദ്യമായിട്ടാണ് ഇയാൾക്കെതിരെ ഒരു പരാതി വന്നത്, അപ്പൊ തന്നെ അത് പോലീസിൽ കൈമാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പരാതി റിനി അടക്കമുള്ള ആളുകൾ അറിയിച്ചിരുന്നതാണ്. അതൊക്കെ അവരോട് നേതൃത്വത്തിനോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അവർക്ക് റിട്ടേൺ പരാതികൾ കിട്ടിയിട്ടുണ്ടോ എന്താണെന്നുള്ളതൊന്നും ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവരാണ്. കാരണം അവരെയും താങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ സമയത്ത് VD സതീശനായിരുന്നു വില്ലൻ. VD സതീശനെ ഇവിടെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടോ, ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ചേച്ചി നൈസായിട്ട് അങ്ങ് മലത്തി അടിച്ചത് കണ്ട. ഇവക്ക് കക്കാങ്കി നിൽക്കാനും അറിയാവുന്ന ടീമൊക്കെ തന്നെ.
അതൊക്കെ കണ്ടില്ലേ, അത് അവരോടാണ് ചോദിക്കേണ്ടതെന്നുള്ള രീതിയിലാണ്. നിന്നോട് ചോദിച്ചാൽ നീ അതിനെ മറുപടി കൊടുക്കാൻ നോക്കുക. കാരണം അവരെ മടക്കാൻ പറ്റത്തില്ല അവർക്ക്. കൊള്ളാം. അതിന്റെ സത്യസന്ധമായിട്ട് സംസാരിക്കുക, അതെ, ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത്. അല്ല, ഞാൻ ചോദിച്ചത് റിനി ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ കാര്യങ്ങൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടോ? റിനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായ പ്രശ്നം? ഞാൻ പറയേണ്ടവരോടൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ യുവ നേതാവിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഞാൻ പേരെടുത്ത് പറയുകയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പരാതിയും കൊടുത്തിട്ടില്ല. ആ ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു ഭീഷണി എന്ന് പറയുമ്പോൾ ഇതിനൊരു സീരിയസ്നെസ് ജനങ്ങളും സമൂഹവും മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പൊ പരാതിയായിട്ട് മുന്നോട്ട് വരുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്, ഇത് സത്യം പരസ്പര സമ്മതത്തോടെ അവരെ അടിച്ചു പൊളിച്ച് നല്ല രീതിയിൽ പോവുകയൊക്കെ ചെയ്ത് എന്നിട്ട് ബ്രേക്കപ്പും പറഞ്ഞു പോയി. പിന്നെ കുറേ നാൾക്ക് ശേഷം തിരിച്ചു വരുന്നതുകൊണ്ടാണ് എനിക്ക് ഒരു യോജിപ്പും ഇല്ല. വന്നു കഴിഞ്ഞിട്ട് എന്നെ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സമ്മതമില്ലാത്ത രീതിയിലാണ്. നിങ്ങൾ എന്ത് ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെണ്ണാണെന്നും പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാൻ പറ്റുമോ? എന്ത് തോന്നിയോസോ വിവരക്കേട് വിളിച്ച് പറയല്ലേ എൻ്റെ പൊന്നു റിനി, ദേവി ചെയ്തിട്ട്. ഇത് പഴയ സാധനമാണ്. പിന്നെ ഇപ്പോൾ പിന്നെ വിവരക്കേടാണല്ലോ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ വെക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കേസ് കാരണം ഇതും ഡ്രാമയാണെന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കിയ ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ അതും ഒന്നെങ്കിൽ ഇവർ പ്ലാൻ ചെയ്തിട്ട് കാട്ടിക്കൂട്ടി ഓരോ പരിപാടികൾ കേസിന് ഇച്ചിരി കൂടെ ബലം കിട്ടാൻ വേണ്ടി. കാരണം രാഹുലിന്റെ തല ഇട്ടാൽ പിന്നെ സുഖകരമായല്ലോ കാര്യങ്ങളൊക്കെ. ഇതൊരു ചെറിയ കാര്യമാണ്, ഒരു നിസ്സാര കാര്യമാണ്, അല്ലെങ്കിൽ പണം വാങ്ങി പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവന് പോലും ഭീഷണി ഉണ്ടെന്നുള്ളത് സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പണം കിട്ടിയിട്ട് എന്താണ് കാര്യം? അങ്ങനെ പണം മേടിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് അത്രയും വലിയൊരു പ്രശ്നമാണ്. ഇതൊരു വലിയൊരു സംഘത്തോടാണ് നമ്മൾ ഇങ്ങനെ പോരാടുന്നത്, സ്ത്രീപക്ഷ നിലപാട് എടുക്കുന്നത്. അതും ജീവന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിത് വെറുതെ ഉണ്ടാക്കിയതാണ്, മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഗൂഢാലോചന സിദ്ധാന്തം പോലുള്ള കാര്യങ്ങളാണ് ആരോപിക്കുന്നത്. ഇങ്ങനെ ഒരു നമ്മുടെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ഒരാൾ ഗൂഢാലോചനയിലേക്ക് പോകുന്നത്. ആ രീതിയിലല്ല ഇപ്പൊ നമ്മുടെ നേർക്ക് നേരെ വന്നിരിക്കുന്നത്. ഇത്രയും നാള് സൈബർ ഇടങ്ങളിൽ ആണ് ഇത്തരത്തിൽ വന്നിരുന്നെങ്കിൽ ഇത് നമ്മുടെ വീടിന്റെ മുമ്പിൽ വരികയാണ്. അപ്പൊ അത് അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത് സമൂഹവും സർക്കാരും മറ്റ് നിയമ സംവിധാനങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ പോയാൽ ഈ രാജ്യത്തെ ഏത് സ്ത്രീക്കാണ് ഒരു ഇത്തരത്തിൽ എന്തെങ്കിലും നേരിട്ടുണ്ടെങ്കിൽ നീതി ലഭിക്കുക? അവരെ തീർത്തു കളയുന്നതാണെന്നുള്ളതാണെങ്കിൽ ആർക്കാണ് ഇതിനെക്കുറിച്ച് തുറന്ന് എന്തെങ്കിലും പറയാൻ കഴിയുക? അതാണ് അവസ്ഥ. അതാണ് നമ്മളുടെ മുമ്പിൽ ഇന്നലെ ഉണ്ടായ സംഭവം. അതിൽ പരാതി കൊടുക്കുകയും പ്രതികരിക്കാൻ തയ്യാറായതും ആ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ്. ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതി കൊടുത്തിട്ട് അതിലിപ്പോൾ അന്വേഷണം നടക്കുകയാണല്ലോ. അപ്പോൾ അതിനുശേഷം ഈ പരാതി കൊടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് ശേഷം അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അതോ ഇപ്പോഴും അത്തരത്തിലുള്ള സൈബർ ആക്രമണം തുടരുന്നുണ്ടോ? ഇപ്പോഴും വളരെ വൻതോതിലുള്ള സൈബർ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഇന്റർവ്യൂവിൽ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ ശ്രീനാദേവി കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിയായിരുന്നു. പുള്ളിക്കാരി പാർട്ടി മാറി കോൺഗ്രസിലോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരി കറക്റ്റ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവള് ഈ പറയുന്ന രാഹുലിനോട് മോശമായിട്ട് ഒരാളുമായിട്ട് പരിചയപ്പെട്ട് 24 മണിക്കൂറുകളിൽ മോശമായിട്ട് എന്തെങ്കിലും അനുഭവം കാര്യങ്ങളോ ഉണ്ടായെങ്കിൽ ആ വ്യക്തിയോട് പിന്നെ സഹകരിക്കത്തില്ല. ഇവിടെ എന്തിനു സഹകരിച്ചു, എന്തിന് പിന്നെ അദ്ദേഹം പോകുന്നിടത്ത് പോയി സെൽഫി എടുത്തു. പിന്നെ ഇവിടെ അമ്മയുടെ ബർത്ത്ഡേക്ക് അന്ന് രാഹുൽ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഈ പറയുന്ന അവളെ വിളിച്ചിട്ട് പറയാൻ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് വരണമെന്ന് പറഞ്ഞ ടീമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടെലിഗ്രാമിൽ ഈ പറയുന്ന സീക്രട്ട് ചാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പം വന്നിട്ട് കണ്ടില്ലേ, സംസാരിക്കുമ്പോൾ നമുക്ക് പുച്ഛം തോന്നും. ഇത് 6 മാസം മുമ്പ് അവളാണെങ്കിൽ ഇപ്പോഴും ഇതേ നിലപാടിൽ തന്നെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ നിലപാടിൽ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇവളെ ഒരിക്കലും വിശ്വസിക്കരുത് ആരും. ആരുടെയെങ്കിലും പേരെടുത്ത് പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി മോശമാണെന്ന് പറയുകയോ ഏതെങ്കിലും നേതാക്കന്മാരെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം പോലും ചെയ്യാതെ, ഒരു പരാതി പോലും കൊടുക്കാതെ ഇത്തരത്തിൽ ഒരു ഭീഷണി നേരിടുമെന്ന് പറയുമ്പോൾ അതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. ഈ സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് ഒരു കാര്യം, ഒരു അഭിപ്രായം പറയാനും ഒരു അനുഭവം പറയാനും പോലും സാധിക്കില്ലേ? അപ്പൊ ഇത്തരത്തിൽ പരാതി കൊടുക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് ആക്രോശിക്കുന്നവരോട് ഞങ്ങൾ അങ്ങനെ പരാതി കൊടുക്കുന്നവരുടെ ജീവന് നിങ്ങൾ എന്തെങ്കിലും ഒരു സംരക്ഷണം നൽകുമോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. സൈബർ ആക്രമണം പറയുമ്പോൾ മുഖമില്ലാത്തവരൊക്കെയാണ് പലരും ആക്രമണം. ഇപ്പൊ നേരിട്ട് ഒരു ആക്രമണത്തിന് വിധേയരാവേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്ത് അവരുടൻ തന്നെ പിടികൂടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും പോലീസ് വളരെ ഗൗരവത്തിൽ ഇത് നീങ്ങുന്നുണ്ട്. അപ്പോ വിശദമായിട്ട് അവർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവർ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടിയുണ്ട്. കാരണം ഇന്ന് സ്ത്രീ സൗഹൃദമായ ഒരു അന്തരീക്ഷം, സ്ത്രീ ശാക്തീകരണവും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഒക്കെ ഒരു സംവിധാനത്തിനകത്ത് ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങൾ അതീവ ഗൗരവത്തോടെ കാണണം. അതുകൊണ്ട് പോലീസ് സംവിധാനവും അത്തരത്തിൽ ശക്തമായി നീങ്ങും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
അച്ഛനവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇതുപോലെ തന്നെ നിലപാടില്ലാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന മൊട്ട. ഞാൻ കഴിഞ്ഞ വീഡിയോ വെച്ചായിരുന്നു, ഈ ചന്തു സലീംകുമാർ മരിച്ച സമയത്താണെങ്കിൽ പോലും ഈ പറയുന്ന ഓൺലൈൻ മീഡിയക്കാരെ കുറ്റം പറഞ്ഞ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ പറയുന്ന ആ കൂട്ടത്തിൽ മൊട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതും കൂടെ പറയാം. കാരണം ഈ രാഹുലിന്റെ വിഷയത്തിൽ കൂടുതൽ തന്നെ ഇങ്ങനെയൊക്കെ ഭയങ്കര ചൊരയായിരുന്നു. ഈ റിനിയെ സപ്പോർട്ട് ചെയ്ത് റിനിയെ വിളിക്കുന്ന അവരുടെയൊക്കെ നിലപാടൊന്നും അതിനൊന്നും കൂടെ വെച്ചുതരാം. അവരുടെ കയർക്കേണ്ടി വരുന്ന ഒരു മകനെ ഇന്നലെ കണ്ടു. ഒരു ഫോണുണ്ട്, ആരുടെ സ്വകാര്യതയിലേക്കും കടന്നു ചെല്ലുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ നിയന്ത്രണം വേണ്ട എവിടെയാ എന്ന് ജ്യോതിഷ് ചോദിക്കുന്നു. 100% ജ്യോതിഷ്. ഇന്നലെ കാഴ്ച കണ്ടപ്പോൾ നമുക്ക് ശരിക്കും സങ്കടമാവുന്നത്. ചന്തു ഗത്യന്തരമില്ലാതെയാണ് ഇന്നലെ അവിടെ ആ ഓൺലൈൻ പപ്പരാസികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നവരോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് ഇനിയും അവരത് മനസ്സിലാക്കണം. മാധ്യമങ്ങൾക്കെല്ലാം അവിടെ ക്യാമറകൾ വയ്ക്കാനൊക്കെയുള്ള കൃത്യമായ സ്ഥലവും ക്രമീകരണവും അവിടെ ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് ഈ വരുന്ന താരങ്ങളുടെ ഫോട്ടോ എടുക്കാനും ഇതിനിടയിൽ നിന്ന് ആഘോഷ നിമിഷങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ചില ഓൺലൈൻ പപ്പരാസികളുണ്ട്. ആ ഓൺലൈൻ പപ്പരാസികളോടാണ് താഴെ ഓൺലൈൻകാർ ചെയ്ത തെറ്റ് കാര്യങ്ങളൊക്കെ തന്നെ. ഇവന്മാരും ഒട്ടും മോശമൊന്നും അല്ലായിരുന്നു. പറയുമ്പോൾ നമ്മളെല്ലാം കൂടെ പറയണം അല്ലേ. പണ്ടില്ല ദിലീപിന്റെ വീട്ടിൽ ഡ്രോൺ ദിലീപാണ് കുടയ്ക്കുള്ളിലൂടെ ദിലീപാണെന്ന് തോന്നുന്നു. കുടയിൽ ദിലീപ് ഇറങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഡ്രോൺ വിഷ്വൽസിനെ മറക്കാൻ ഓക്കെ. ഞാൻ ഇതൊക്കെ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. കാരണം രാഹുലിന്റെ വിഷയത്തിൽ കൂടുതൽ ഈ രണ്ട് ടീമുകളായിരുന്നു കൂടുതൽ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. വേണ്ട, ദിലീപിന്റെ വീട്ടിൽ ഡ്രോണും അതൊക്കെ പരത്തി ടീമുകളാണ് ഇന്നലെ വന്നിട്ട് വലിയ പുണ്യാളന്മാർ ചമയുന്നത്. ഇവള് ഒട്ടും മോശമല്ല. ഇവള് 100% ഫേക്ക് ലേഡിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.